ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ ആണ്. എന്താണ് വേപ്പർ പ്രഷർ എന്ന് ഓർമ്മയുണ്ടോ? അതിന് നമുക്കൊരു ക്ലോസ്ഡ് വെസലിലുള്ള ലിക്വിഡ് കൺസിഡർ ചെയ്യാം. ഒരു ക്ലോസ്ഡ് വെസലിൽ നമ്മളൊരു ലിക്വിഡ് എടുക്കുന്നു. ഈ ലിക്വിഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഇറ്റ് വേപ്പറൈസസ് and this vapors at the same temperature, this vapor condenses back into the liquid. So two processes are taking place at the same time, that is evaporation and condensation, and the two processes come to equilibrium. So ആ ഇക്വിലിബ്രിയത്തിൽ ഈ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്ന പേരാണ് വേപ്പർ പ്രഷർ. So vapor pressure is the pressure exerted by the vapor in equilibrium with the liquid at a given temperature. എന്താണ് വേപ്പർ പ്രഷർ? It is the pressure exerted by the vapor in equilibrium with the liquid at a given temperature. ഇനി നമ്മൾ ഒരു ലിക്വിഡ് അല്ല, ഒരു ലിക്വിഡ് മിക്സ്ചർ എടുക്കുന്നു. രണ്ട് ലിക്വിഡ്സിൻ്റെ ഒരു മിക്സ്ചർ. രണ്ട് ലിക്വിഡ് കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മിക്സിബിൾ ആണെങ്കിൽ ഇറ്റ് ഫോംസ് എ സൊല്യൂഷൻ. ദാറ്റ് സൊല്യൂഷൻ ഈസ് ലിക്വിഡ് സൊല്യൂഷൻ. നേരത്തെ നമ്മൾ ഹെൻറീസ് ലോ ഡിസ്കസ് ചെയ്ത സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്? എ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ ആയിരുന്നു. സോ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷനെ കുറിച്ചുള്ള ലോ ആണ് ഇത് ഹെൻറീസ് ലോ. ഇനി നമുക്ക് ഒരു ലിക്വിഡ് സൊല്യൂഷൻ, ഇവിടെ ഈ രണ്ട് ലിക്വിഡ്സും വോളറ്റൈലാണ്. രണ്ട് ലിക്വിഡും വേപ്പർ ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു വെസലിൽ നമ്മൾ എ മിക്സ്ചർ ഓഫ് ടു വോളറ്റൈൽ ലിക്വിഡ്സ് ആണ് എടുക്കുന്നത്. സോ ഫസ്റ്റ് ലിക്വിഡ് വേപ്പറൈസ് ചെയ്യുന്നു. അതിൻ്റെ ഇക്വിലിബ്രിയത്തിലുള്ള പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി P1. ലെറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സെക്കൻഡ് ലിക്വിഡ് ഈസ് P2. വേപ്പർ പ്രഷർ ഓഫ് ഫസ്റ്റ് ലിക്വിഡ് ഈസ് P1 and that of second liquid is P2. Let the mole fractions of these liquids in solution in liquid phase be x1 and x2 respectively. Then the scientist Raoult gave a quantitative relationship between the vapor pressure of the first component and its mole fraction, which is P1 is proportional to x1. Henry's law പോലെ തന്നെ the partial pressure of the volatile component in solution is proportional to its mole fraction. Like that, the second component P2, second component 2, its partial pressure is also proportional to its mole fraction. So P1 proportional to x1, P2 proportional to x2, or you can write P1 is equal to a constant into x1. This constant is P10. P10 is the vapor pressure of the pure component. First component is liquid solution രണ്ട് കമ്പോണൻ്റ് ആണ് 1 and 2. നമ്മൾ 1 മാത്രമായി ആ സൊല്യൂഷനിലുള്ളൂ എങ്കിൽ if we take only one component, first component, then the pressure exerted by it, the vapor pressure exerted by it is P10. This is the vapor pressure of the pure component. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു 0 കൊടുക്കുന്നത്. സോ P1 ഈക്വൽ ടു P10 ഇൻറ്റു x1. ഹെൻസ് ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് റൗൾസ് ലോ. അപ്പോൾ റൗൾസ് ലോയിലെ സൊല്യൂഷനിലെ സെക്കൻഡ് കമ്പോണൻറ്റിനും ഇതേപോലെ പാർഷ്യൽ പ്രഷർ അതിൻ്റെ മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണലാണ്. പാർഷ്യൽ പ്രഷർ എബവ് ദ ലിക്വിഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ഇൻ സൊല്യൂഷൻ. സോ P2 പ്രൊപ്പോർഷണൽ ടു x2 ആൻഡ് P2 ഈക്വൽ ടു P20 into x2, where P20 is the vapor pressure of pure component, second component. This is the mathematical expression for Raoult's law. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൗൾസ് ലോ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? റൗൾസ് ലോ ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ്, എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? ഇൻ എ സൊല്യൂഷൻ ഓഫ് ടു വോളറ്റൈൽ ലിക്വിഡ്സ് the partial vapor pressure of each component in solution is proportional to its mole fraction. Clear? Raoult's law എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? ഒരു സൊല്യൂഷനിൽ രണ്ട് വോളറ്റൈൽ ലിക്വിഡ് ഉണ്ടെങ്കിൽ ഓരോ
ലിക്വിഡിൻ്റെയും പാർഷ്യൽ പ്രഷർ അതിൻ്റെ മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഇൻ സൊല്യൂഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. ദിസ് ഈസ് റൗൾസ് ലോ. ഇനി ഈ റൗൾസ് ലോ നമ്മൾ ടോട്ടൽ വേപ്പർ പ്രഷർ കാണാനായിട്ട് ഉപയോഗിക്കാം. അതായത് ആ വെസലിൽ ഈ രണ്ട് ലിക്വിഡും വേപ്പറൈസ് ചെയ്ത് വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ടോട്ടൽ വേപ്പർ പ്രഷർ ഓവർ ദ സൊല്യൂഷൻ എന്തായിരിക്കും? ഫസ്റ്റ് ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷർ P1ഉം സെക്കൻഡ് ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷർ P2ഉം കൂടി ആഡ് ചെയ്തതായിരിക്കും. സോ P ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? P1 + P2 ആയിരിക്കും. According to Raoult's law, what is P1? P1 0 into x1. What is P2? P2 0 into x2. So this can be written like this. Then we know that the mole fraction of the two components is always equal to 1. So x1 plus x2 equal to 1, or instead of x1 you can write 1 minus x1. So this is equal to P1 0 into 1 minus x2 plus P2 0 into x2. Now this can be written like this: P1 0 minus P1 0 into x2 plus P2 0 into x2, or this is equal to P1 0 plus P2 0 minus P1 0 into x2. So total vapor pressure over the solution can be written in terms of mole fraction of one component only. Here it is the second component. Now if we check this equation, we can say that it is of the form y is equal to mx plus c. This is the equation for a straight line. So if we draw a graph between vapor pressure and mole fraction, that will be a straight line. And the y-intercept of that straight line is P1 0, vapor pressure of one component. And if we draw a graph for this one component, P1 equal to P1 0 into x1. ഇവിടെ y-intercept ഇല്ല, so it passes through origin. This also. So we can draw the graph. അതിന് നമുക്ക് x ആക്സിസിലെ മോൾ ഫ്രാക്ഷൻ എടുക്കാം, y ആക്സിസിലെ വേപ്പർ പ്രഷറും. ഇക്വേഷനിൽ this is in y axis vapor pressure and mole fraction x ആക്സിസിൽ എടുക്കുന്നു. Mole fraction of second component increases. അപ്പോൾ ഇവിടെ x2 0 ആയിരുന്നു, റൈറ്റിലേക്ക് ഇൻക്രീസ് ചെയ്ത് ഹിയർ x2 equal to 1. Here when x2 equal to 1, x1 is equal to 0. So here x1 equal to 0. ഇവിടെയോ x2 0 ആവുമ്പോൾ x1 is equal to 1 ആണ്. So here x1 equal to 1, here x1 equal to 0, ഇവിടെ x2 0, ഇവിടെ x2 equal to 1. ഇനി ഇവിടെ ഫസ്റ്റ് നമുക്ക് സെക്കൻഡ് കമ്പോണൻ്റ് ഇല്ല, ഫസ്റ്റ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. സോ ദ മോൾ ഫ്രാക്ഷൻ ഡ്യൂ ടു സെക്കൻഡ് കമ്പോണൻറ്റ് ഈസ് 0. സോ ദ വേപ്പർ പ്രഷർ ഡ്യൂ ടു ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു 0. ഇനി റൈറ്റിലേക്ക് പോകുമ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷറും ഇൻക്രീസ് ചെയ്യുന്നു. സോ എ ഗ്രാഫ് ഈസ് ഒബ്റ്റെയിൻ ലൈക്ക് ദിസ്. ഇവിടെ എത്തുമ്പോൾ x2 സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ 1 ആകുന്നു. സോ ദ വേപ്പർ പ്രഷർ ദെൻ ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് second component only, pure second component only. So it is P2 0. So here നിങ്ങൾക്ക് എഴുതാൻ പറ്റും P2 0. ഇതേപോലെ ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഹിയർ x1 equal to 0, വേപ്പർ പ്രഷർ ഡ്യൂ ടു ഫസ്റ്റ് കമ്പോണൻറ്റ് equal to 0. ലെഫ്റ്റിലേക്ക് ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഇവിടെ എത്തുമ്പോഴേക്കും ഫസ്റ്റ് കമ്പോണൻറ്റ് മാത്രമാകുന്നു. സോ ദ വേപ്പർ പ്രഷർ ഈസ് that vapor pressure due to that component only, it is equal to P1 0. So this is the graph. To get the total vapor pressure you can join P1 0 and P2 0 join ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. അതിന് ടോട്ടൽ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാം. So at any composition you can find the vapor pressure of first component, second component and also the total vapor pressure from this. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷനിൽ വേപ്പർ പ്രഷർ ഡ്യൂ ടു ഫസ്റ്റ് കമ്പോണൻറ്റ് ഇതായിരിക്കും.
വേപ്പർ പ്രഷർ ഡ്യൂ ടു സെക്കൻഡ് കമ്പോണൻറ്റ് ഇതായിരിക്കും, ടോട്ടൽ വേപ്പർ പ്രഷർ ഇതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് P1 + P2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വേപ്പർ പ്രഷർ കിട്ടുന്നു. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഫോർ റൗൾസ് ലോ. റൗൾസ് ലോ ഒന്നും കൂടി സ്റ്റേറ്റ് ചെയ്യാൻ നമുക്ക്. എന്താണ് റൗൾസ് ലോ? In a solution of two volatile liquids, the partial vapor pressure of each component in solution is proportional to its mole fraction. P1 = P10 into x1. And total vapor pressure is given by this equation. P total = P10 plus P20 minus P10 into x2. So from this we can conclude that the total vapor pressure of the solution can be written in terms of mole fraction of one component only. Also, the total vapor pressure over the solution varies linearly with the mole fraction. ഈ കാര്യങ്ങളൊക്കെ ഇന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി total vapor pressure changes with the vapor pressure of the first component P10 അല്ലേ, അതിനനുസരിച്ചിട്ട് മാറുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. ഇനി വേപ്പർ ഫേസിൽ, ഇപ്പോൾ നമ്മൾ ലിക്വിഡ് ഫേസിലെ മോൾ ഫ്രാക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ അറിയാമെങ്കിൽ, ടോട്ടൽ വേപ്പർ പ്രഷറും അറിയാമെങ്കിൽ, നമുക്ക് ഓരോന്നിൻ്റെയും പാർഷ്യൽ പ്രഷർ കാണാം. ഇവിടെയുള്ള ടോട്ടൽ വേപ്പർ പ്രഷറും വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷനും അറിയാമെങ്കിൽ ഡാൾട്ടൺസ് ലോ വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം? പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഇൻ വേപ്പർ ഫേസ് കാണാം. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഇൻ വേപ്പർ ഫേസ്. ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ P1 ആണെന്ന് വിചാരിക്കൂ വേപ്പർ ഫേസിൽ. ആൻഡ് ഇഫ് ദ ടോട്ടൽ വേപ്പർ പ്രഷർ ഈസ് P ടോട്ടൽ, രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള വേപ്പർ പ്രഷർ P ടോട്ടൽ നമുക്കറിയാം. ആൻഡ് if the mole fraction in vapor phase of the first component is Y1, then you can write P1 is equal to P total into Y1. Clear ആണോ? If the mole fraction of first component in vapor phase is Y1, x1 ഉം x2 എന്താണ്? ലിക്വിഡ് ഫേസിലുള്ളതാണ്, സൊല്യൂഷൻ ഫേസിലുള്ളതാണ്. അപ്പോൾ വേപ്പർ ഫേസിലുള്ളത് Y1 ആണെങ്കിൽ then partial pressure is P total into Y1 and the partial pressure of second component is equal to P total into Y2. എന്താണ് Y2? It is the mole fraction of second component in vapor phase and P total is the total vapor pressure. Then partial vapor pressure of the second component is equal to P total into Y2.